ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നാണ് നമ്മുടെ പുതിയങ്ങാടി നേർച്ചയുടെ ആദ്യത്തെ ദിവസം കേട്ടോ, ഡേ 1. ഇന്ന് നാളെ മറ്റന്നാൾ ഈ ഒരു 3 ദിവസമായിട്ടാണ് അവിടുത്തെ പരിപാടി നടക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുതിയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതേ നോക്കിയേ, എന്താ പറയുക, തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. എന്തായാലും ഇവിടെ നിന്ന് ഇനി ഒരു 4.5 കിലോമീറ്റേഴ്സും കൂടി ഉള്ളൂ. ഇന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കഞ്ഞി കൊടുക്കൽ ഇന്ന് രാവിലെയാണ്. നേർച്ചയുടെ തുടക്കമാണ് അത്. ചെറിയ കൊടിയേറ്റം കഴിഞ്ഞിരിക്കണം. ഇന്ന് വൈകുന്നേരം തന്നെ വലിയ കൊടിയേറ്റവും ഉണ്ടാവും. സോ എന്തായാലും നമുക്ക് പോയി നോക്കട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. സമയമില്ല, ലേറ്റാ, അരമണിക്കൂർ ലേറ്റാ. ഗൈസ്, നമ്മുടെ ട്രെയിൻ ഇതാ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 1.25 മണിക്കൂർ ലേറ്റാണ് ട്രെയിൻ. എന്തായാലും ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ പുതിയങ്ങാടി പോകാം. ഓക്കെ, ഇതേ നമ്മുടെ തിരൂർ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇവിടുന്നാണ് കൊടിയേറ്റം ഉണ്ടാവുക തോന്നുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് നേരെ അവിടെ ഒരു പള്ളിയുടെ ഒരു ഏരിയക്ക് പോകാം. ഇവിടുന്ന് ഒരു ബസ് കിട്ടും നോക്കട്ടെ. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് കൊടി അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. അതാണ് പറഞ്ഞത്. എന്തായാലും ടൈം ലേറ്റ് ആയിടും. എന്തായാലും നമുക്ക് കാണിച്ച് ചെന്ന് നോക്കാം. ഓക്കെ, ഫൈനലി ഗൈസ്, നമ്മളിതിവിടെ പുതിയങ്ങാടി മക്കാമിൻ്റെ ആ ഒരു പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അധികം ആൾക്കാരൊന്നും ആയിട്ടില്ല. സമയം 10:30 ആയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് കണ്ട് പോയി നോക്കാം. അവിടെ എന്തോ കൊട്ടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാണ്ട്. ഓക്കെ, ഇവിടെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ എന്തോ കൊട്ടൊക്കെ ഉണ്ട്. എന്തോ സംഭവം. നമ്മളെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത്. ഇവിടെ കൊട്ടുണ്ട്. നമ്മളിത് അവിടുന്ന് അങ്ങനെ കയറി വന്നോട്ടോ. ഇവിടെ ഇതാ കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് നമ്മൾക്ക് ഈ കഞ്ഞി കൊടുക്കുമല്ലോ. നാസിക് ഡോൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് ചാക്ക് അരി കണ്ടെങ്കിൽ കൊട്ടവണ്ടിയിൽ ഇങ്ങനെ രാവിലെ ഒരുപാട് പേര് അരി ഏറ്റുകൊണ്ട് കഞ്ഞിക്കാരുടെ വരവുണ്ടായിരുന്നു. അത് കഴിഞ്ഞോ ഇല്ലയോ ഒന്നും അറിയില്ല. നോക്കിയോട്ടെ. ഇത് ഇനി കഞ്ഞിക്കാരുടെ വരവാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ മിസ്സായി വിചാരിച്ചാണ്. പക്ഷെ ഇപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാതെ എല്ലാവരും അവിടുന്ന് അരി എടുക്കുന്നുണ്ട്. ഇനി എല്ലാവരും നമ്മൾ ആ പള്ളിയുടെ ഒരു ഏരിയക്ക് പോകും. ഓക്കെ, കർണാടക സ്റ്റേറ്റിന്റെ ബോർഡർ.
ഇത് അവിടുന്ന് കഞ്ഞിക്കാർ വരുന്നുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാവരും തന്നെ മാറ്റുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, രാജകുമാരനായി വിലസുന്ന യാത്രയുടെ 173 വലിയ നേതൃത്വത്തോടനുബന്ധിച്ചുള്ള ആർക്കാട് എന്ന ദേശത്ത് ജനിച്ച് ഒരു സൂഫി വര്യന്റെ രൂപത്തിൽ ജനിച്ച കാലം മുതൽ ധ്യാന നിരത്തനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേര് വിളിച്ചു. പിന്നീട് അദ്ദേഹത്തെ ആത്മീയ അവിടെ തന്നെ നിൽക്കുന്നത് ഇതേ പള്ളിയുടെ മുമ്പിലായിട്ടാണ്. രാവിലത്തെ ഇതൊക്കെയാണ് പരിപാടി. ഇനി എന്തായാലും ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം കൊടിയേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ലൈവ് ആണെന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് ചെയ്യാം. ഓക്കെ.